ജാൻമണിയുടെ എവിക്ഷനെ കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ ചെയ്തില്ലല്ലോ എന്ന് ഇന്നാണ് ഓർത്തത്. അവിടെയുള്ള പലരെയും വെച്ച് നോക്കുമ്പോൾ ഈ ഷോയ്ക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തൊരു മത്സരാർത്ഥിയാണ് ജാൻമണി. അത് എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോ നെഗറ്റീവ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണെങ്കിലും ജാൻമണി അതിനകത്ത് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു മേജർ കോൺട്രിബ്യൂട്ടർ തന്നെയായിരുന്നു ജാൻമണി ദാസ്. വന്നു കയറിയ ദിവസം ഒരു ലോജിക്കും ഇല്ലാത്തൊരു സിഗരറ്റ് പ്രശ്നത്തിൽ തുടങ്ങിയതാണ് ജാനു. അവിടുന്ന് പിന്നെ പുള്ളിക്കാരി അറിഞ്ഞും അറിയാതെയും കുറെ കണ്ടന്റുകൾ കൊടുത്തു തന്നെയാണ് ഈ ഷോയിൽ നിന്നത് എന്ന് അടിവരയിട്ട് പറയാം. പക്ഷെ എന്നിരുന്നാലും നമ്മളിങ്ങനെ പറയത്തില്ല, ക്ഷിപ്ര ഗോപിയും ക്ഷിപ്ര പ്രസാദിയുമാണെന്നൊക്കെ പറയത്തില്ല, അതാണ് ജാൻമണി. അങ്ങോട്ട് സ്നേഹം കാണിച്ചവരോട് ആരോടും ജാൻമണി വഴക്കിട്ടിട്ടുമില്ല, മോശമായി സംസാരിച്ചിട്ടുമില്ല. അതാണ് ജാൻമണിയുടെ ഒരു ഫേസ്. ആ ഫേസ് മാത്രം കാണിച്ച് അവിടെ നീക്കുകയായിരുന്നുവെങ്കിൽ കുറെ ദിവസം കൂടി ജാൻമണിക്ക് നീട്ടി തന്നേനെ പ്രേക്ഷകര്. മലയാളം അറിയാത്തൊരു പാവം ട്രാൻസ്ജെൻഡർ യുവതി എന്നൊരു സിമ്പതിയും വർക്കൗട്ട് ആയേനെ. പക്ഷെ ജാൻമണിയുടെ രണ്ടാമത്തെ ഫേസും അവിടെ ഇറക്കി. അത് പുള്ളിക്കാരി ഇമേജ് കോൺഷ്യസ് അല്ലാത്തോണ്ടാണ്. ആ ധൈര്യത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. ഡാഗിനി ഫേസ് എന്ന് നമുക്ക് വിളിക്കാം ജാൻമണിയുടെ രണ്ടാമത്തെ മുഖത്തെ. നോറയായിരുന്നു പ്രധാന എതിരാളി. അറിയാവുന്ന മലയാളത്തിലെ ശാപവാക്കുകൾ പറഞ്ഞ് നോറയെ നെഗറ്റീവ് ആക്കാൻ നോക്കി സ്വയം നെഗറ്റീവായി മാറി. ദുർമന്ത്രവാദി എന്നൊരു സ്റ്റാറ്റസ് സ്വയം ഉണ്ടാക്കിയെടുത്തു. താനെന്ന ഭാവവും മറ്റുള്ളവരോട് പുച്ഛവും പിന്നെ അഹങ്കാരവും ഒക്കെ വായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വീണ് ട്രോൾ മെറ്റീരിയലായി ജാൻമണി ദാസ്. ഈ സീസണിലെ ഏറ്റവും വലിയ കോമഡി പീസുമായി. അതാണ് ലാലേട്ടൻ ഇന്നലെ ജാൻമണിയെ തന്നെ കാണിച്ച് കൊടുത്തതും. പിള്ളേരൊക്കെ മിമിക്രി ചെയ്യുന്ന രീതിയിലുള്ള ഒരു മീമായി മാറി ജാൻമണി, ചുരുക്കം പറഞ്ഞാല്. അപ്പൊ ആസ് എ ഹോൾ നോക്കുവാണെങ്കിൽ ഒരു മിക്സ് ഓഫ് ഗുഡ് ആൻഡ് ബാഡ്, മോശമായതിന്റെയും നന്മയുടെയും എല്ലാം ഒരു മിക്സ്ഡ് ബാഗ് ഓഫ് ഇമോഷൻസ്, അതായിരുന്നു ജാൻമണി. ഒരു ഇമോഷണൽ പാക്കേജ് ആയിരുന്നു. ബുദ്ധി ഉപയോഗിച്ച് കളിച്ചില്ല എന്നതാണ് ജാൻമണിക്ക് വന്ന വീഴ്ച. അതൊരു ഗെയിം ഷോ ആണെന്ന് മറന്നുപോയിട്ട് ഹൃദയം കൊണ്ട് വളരെ ഇമോഷണൽ ആയിട്ട് റിയാക്ട് ചെയ്തു. നമ്മളൊരു ഫാമിലിയിലൊക്കെ പറയുന്ന രീതിയിൽ റിയാക്ട് ചെയ്തു. അതാണ് ജാൻമണിയുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങളെല്ലാം എടുത്ത് നോക്കിയാൽ ആ രീതിയിലാണ് റിയാക്ട് ചെയ്ത് പോയതെല്ലാം. അതൊക്കെ നെഗറ്റീവായിട്ട് വന്ന് ഭവിക്കുകയും ചെയ്തു. ഇത്രയുമാണ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ജാൻമണിയുടെ ഗെയിമിനെ കുറിച്ച് തോന്നിയത്. ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആണെന്ന് തന്നെ പറയാം. പിന്നെ നമ്മളെ പിടിച്ച് ജാൻമണിയുടെ PR ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കുറെ പേര്. മുമ്പൊക്കെ ഒരു വീഡിയോ ഇട്ടപ്പോ അവരൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ.